ഹായ്, ഞാൻ ഡോക്ടർ സ്വാതി. നമ്മൾ സംസാരിക്കുന്നത് ഓസ്റ്റിയോപോറോസിസിനെ കുറിച്ചാണ്. അസ്ഥിക്ക് ഉണ്ടാകുന്ന ബലക്ഷയം. ഇവിടെ അസ്ഥികൾ നിശബ്ദമായി ദുർബലമായിക്കൊണ്ടിരിക്കുന്നു. ദുർബലമായ അസ്ഥികൾ ഒടിയാനുള്ള സാധ്യതയും പൊട്ടാനുള്ള സാധ്യതയും ഏറെയാണ്. മിക്കപ്പോഴും 50 വയസ്സിന് ശേഷമാണ് ഓസ്റ്റിയോപോറോസിസ് കാണുന്നത്. സ്ത്രീകളിൽ ഈസ്ട്രജന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാസമുറ നിന്നതിന് ശേഷം മാത്രമാണ് ഓസ്റ്റിയോപോറോസിസ് കാണുന്നത്. ആർക്ക് വേണമെങ്കിലും ഓസ്റ്റിയോപോറോസിസ് വരാം. അത് സ്ത്രീകളിൽ ആർത്തവ വിരാമത്തിന് ശേഷമാണ് കൂടുതലും കാണുന്നത്. കുടുംബ പശ്ചാത്തലമുള്ള ആൾക്കാർക്ക്, പുകവലി അമിതമായി ഉള്ള ആൾക്കാർക്ക്, മദ്യപാനമുള്ള ആൾക്കാർക്ക്, ക്യാൻസറിന്റെ തെറാപ്പി എടുക്കുന്ന ആൾക്കാർക്ക്, ചില മരുന്നുകൾ കഴിക്കുമ്പോൾ രക്തസമ്മർദ്ദം കുറയ്ക്കാനുള്ള മരുന്നുകൾ കഴിക്കുന്നവർക്ക്, തൈറോയിഡിന്റെ ബുദ്ധിമുട്ടുകൾ, തൈറോയിഡ് ഗ്രന്ഥിയുടെ ബുദ്ധിമുട്ടുകളുള്ള ആൾക്കാർക്ക്, പ്രമേഹമുള്ള ആൾക്കാർക്ക്, ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, നമ്മുടെ ബോഡിയുടെ പ്രതിരോധ ശക്തി തന്നെ നമ്മുടെ ബോഡിയുടെ സെൽസിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന രോഗാവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്. അങ്ങനെയുള്ള ആൾക്കാർക്കും, മൾട്ടിപ്പിൾ മൈലോമ ഉണ്ടാകുന്ന ആൾക്കാർക്ക്, അപസ്മാരമുള്ള ആൾക്കാർക്കൊക്കെ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലുകളുടെ ബലത്തിന് ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒരു ഘടകമാണ് കാൽഷ്യം. കാൽഷ്യം നിങ്ങളുടെ ശരീരത്തിൽ കുറയുകയാണെങ്കിൽ എല്ലുകളുടെ ശക്തി കുറയാനും അത് പൊട്ടാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ്. വൈറ്റമിൻ ഡിയും ഇതുപോലെ വളരെ അത്യാവശ്യപ്പെട്ട ഒരു സാധനമാണ്. ഓസ്റ്റിയോപോറോസിസ് എന്ന അസ്ഥി ദുർബലമാകുന്ന രോഗത്തിന് പ്രത്യേകിച്ച് സിംറ്റംസ് ഉണ്ടാവണമെന്നില്ല. ഇത് കണ്ടുപിടിക്കാൻ ഡെക്സ സ്കാൻ അല്ലെങ്കിൽ DXX സ്കാൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ സാധാ എക്സ്റേയിൽ തന്നെ ഓസ്റ്റിയോപോറോസിസ് അസ്ഥിക്കുണ്ടായ വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈസ്ട്രജന്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ടെസ്റ്റോസ്റ്റിറോണിന്റെ ഡെഫിഷ്യൻസി കാരണത്താലാണ് ഈ അസ്ഥി രോഗം ഉണ്ടായിട്ടുള്ളതെങ്കിൽ അതിന്റെ ഹോർമോൺ റീപ്ലേസ്മെന്റ് തെറാപ്പികൾ അവൈലബിൾ ആണ്. കാൽഷ്യം കണ്ടന്റ് ഉള്ള ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ പാലിൽ കാൽഷ്യം ഉണ്ട്, ചീസിൽ കാൽഷ്യം ഉണ്ട്, അതുപോലെ ഡയറി പ്രൊഡക്ട്സിലെല്ലാം കാൽഷ്യം ഉണ്ട്. ബ്രോക്കോളി, ക്യാബേജ്, സോയാബീൻസ്, വെണ്ടക്ക, നട്ട്സ്, യോഗട്ട്, ഫിഷ്, ഇതിലെല്ലാം കാൽഷ്യം കണ്ടന്റ് ഉണ്ട്. ഒരു പ്രായം കഴിയുമ്പോൾ കാൽഷ്യം സപ്ലിമെന്റ്സ് കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. കറക്റ്റായിട്ട് മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ്, പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.